എവിടെ തിയേറ്റർ എവിടെ? എന്തുകൊണ്ട് എമ്പുരാൻ ഈ ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിട്ടില്ല? കേരളത്തിലെ ഏറ്റവും വലിയ എപ്പിക് സ്ക്രീൻ വരുന്നു. എവിടാന്ന് നിങ്ങൾക്കറിയോ? അങ്ങ് തൃശ്ശൂരാണ്. പക്ഷെ എവിടെ? തിയേറ്റർ എവിടെ? തിയേറ്റർ ഇതുവരെയും തുറന്നിട്ടില്ല. എമ്പുരാൻ അവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ലാലേട്ടൻ ആ ഒരു ഗണ്ണൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഗംഭീര ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് കൊടുത്തിരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ എപ്പിക് തിയേറ്റർ വരുന്നു, നൗ ഇറ്റ്സ് ടൈം ഫോർ തൃശ്ശൂർ, അങ്ങനെ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തിയേറ്റർ ഇതുവരെയായിട്ടും ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ പറയുന്നത് ഏത് തിയേറ്ററിനെ പറ്റിയിട്ടാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? കഴിഞ്ഞ ഒരു 1-2 മാസം മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വാക്ക് പാലിക്കാത്ത ഹൈലൈറ്റ് ഗ്രൂപ്പ്, ഇതായിരുന്നു നമ്മുടെ ടോപ്പിക്കിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഹൈലൈറ്റ് ഗ്രൂപ്പ് എന്താണ് എന്നറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കൂണുകൾ മുളച്ച് പൊങ്ങുന്നത് പോലെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഷോപ്പിംഗ് മാളുകളുടെ ഒരു ബ്രാൻഡാണ് ഈ ഹൈലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് ഷോപ്പിംഗ് മാളുകൾ മാത്രമല്ല, വേറെയും കുറേയധികം ബിസിനസ്സുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. നമുക്ക് നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോപ്പിംഗ് മാൾ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കോഴിക്കോടുള്ള ആൾക്കാർക്ക് എന്നെക്കാളും നന്നായിട്ട് ചിലപ്പോൾ ഹൈലൈറ്റ് ഗ്രൂപ്പിനെ കുറിച്ചിട്ട് അറിയായിരിക്കും. ഹൈലൈറ്റ് മാളിലൊക്കെ അവരിങ്ങനെ തെരാപാര ഇറങ്ങി കറങ്ങി നടക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ തൃശ്ശൂരുകാർ ഇപ്പോൾ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഭാവിയിൽ കൊച്ചിയിലുള്ള ആൾക്കാർ അറിയും. പിന്നെ മലപ്പുറത്തുള്ള ആൾക്കാർക്ക് അത്യാവശ്യം കേട്ടുകേഴ്വിയുള്ള ഒരു ബ്രാൻഡാണ് നമ്മുടെ ഈ ഒരു ഹൈലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ലുലുമാൾ ഉണ്ടല്ലോ, ഈ ലുലുമാൾ പോലെ ഇപ്പോൾ ലുലുമാളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതേ അവസ്ഥ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കൂടുതൽ ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ലുലുമാളുകൾ ഇങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഹൈലൈറ്റ് ഗ്രൂപ്പ് തൊട്ട് പുറകെ ഉണ്ട്. ഒരു പക്ഷേ നാളെ ഭാവിയിൽ ചിലപ്പോൾ ലുലുവിനെയൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മാളുകളുടെ എണ്ണത്തിൽ ഹൈലൈറ്റ് മുൻപന്തിയിലേക്ക് വന്നേക്കാം. വരട്ടെ, നല്ല കാര്യം തന്നെ അല്ലേ? ഇതുപോലത്തെ പുതിയ പുതിയ ഷോപ്പിംഗ് മാളുകളൊക്കെ വരുന്നതോട് കൂടിയിട്ട് കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ സംഭവിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിലേ അവരുടെ സ്വന്തം ബ്രാൻഡാണ്, അതായത് തിയേറ്റർ ബ്രാൻഡാണ് പലാക്സി സിനിമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യമായിട്ട് ഈ പലാക്സി സിനിമാസ് വന്നത് എവിടെയാണെന്നുള്ള കാര്യം സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ അന്ന് അവരൊരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഷോപ്പിംഗ് മാൾ എന്ന് ഓപ്പൺ ചെയ്യുന്നോ അന്ന് തന്നെ അതേ ദിവസം തന്നെ ഞങ്ങൾ തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് അവർ ലുലുവിനെ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം നമുക്കറിയാം, ഈ ലുലു മാൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 6 മാസമോ 1 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും അവിടെ തിയേറ്റർ ഓപ്പൺ ചെയ്യാറുള്ളത്. ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കോട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ ഇവരാലോചിച്ചില്ല, ഭാവിയിൽ നമ്മൾ ഷോപ്പിംഗ് മാൾ പണിയുന്ന സമയത്ത് ഈ വാക്ക് നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു വലിയ ഷോപ്പിംഗ് മാൾ പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ, തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് നമ്മുടെ ഹൈലൈറ്റ് ഗ്രൂപ്പ് കുട്ടനല്ലൂർ ബൈപ്പാസിന് സമീപത്തായിട്ട് ഈ കഴിഞ്ഞ ഡിസംബർ മാസം ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മളൊക്കെ സൂക്ഷ്മതയോടുകൂടി നോക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ അന്ന് പറഞ്ഞ ആ ഒരു വാക്ക്, അതായത് ഈ ഷോപ്പിംഗ് മാൾ ഓപ്പൺ ചെയ്യുമ്പോൾ തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നവർ പറഞ്ഞല്ലോ, പക്ഷെ അവർ വാക്ക് പാലിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം നമ്മൾ മുമ്പൊരു വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ അത് കഴിഞ്ഞുള്ള പ്രസ് മീറ്റിൽ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞങ്ങൾ സോഫ്റ്റ് ലോഞ്ച് ചെയ്തതാണ്, ഇത് ഗ്രാൻഡ് ഇനാഗുറേഷനോ ലോഞ്ചോ ഒന്നുമല്ല, ഇത് ഞങ്ങൾ ജസ്റ്റ് കുറച്ച് സ്ഥാപനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഒന്ന് സോഫ്റ്റ് ലോഞ്ച് ചെയ്തതാണ്. പക്ഷേ മാർച്ച് മാസം പലാക്സി സിനിമാസ് ഉൾപ്പെടെ ഞങ്ങൾ ഗംഭീരമായിട്ട് തന്നെ ഈ ഒരു ഷോപ്പിംഗ് മാൾ തുറക്കുന്നതായിരിക്കും എന്ന് അവർ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവർ പറഞ്ഞ ഒരു കാര്യം ഒന്ന് വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ കണ്ടുനോക്ക്. നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് 18th സോഫ്റ്റ് ലോഞ്ച് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പലാക്സി അടക്കം നമ്മൾ മാർച്ചിലാണ്, 3 മാസം കൊണ്ടാണ് ഗ്രാൻഡ് ഇനോഗ്രേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോഴേ മാർച്ച് മാസം തീരാറായി, 29-30 ആയിട്ടുണ്ട്. ഇനി ഒരു ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർച്ച് മാസം അങ്ങോട്ട് തീരും. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു പോസ്റ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും വലിയ എപ്പിക് തിയേറ്റർ വരുന്നു തൃശ്ശൂരിൽ എന്നൊക്കെ പറഞ്ഞ് ഇട്ട സാധനം എവിടെ? എമ്പുരാൻ എന്തുകൊണ്ട് ഈ ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിച്ചില്ല, അല്ലെങ്കിൽ ഈ ഒരു തിയേറ്റർ എന്തുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പലാക്സി സിനിമാസിന് സാധിച്ചില്ല എന്നുള്ള കാര്യമാണ്. ഇതൊരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ തിയേറ്റർ പ്രേമികളൊക്കെ ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ച് ഈ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രതീക്ഷയുള്ള ഒരു തിയേറ്ററാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഈ ഒരു പലാക്സി സിനിമാസ് ഉണ്ടല്ലോ, ഇതുവരെ ആയിട്ടും ഒരു രീതിയിലുള്ള നെഗറ്റീവ്സുകളും കേൾക്കാത്തൊരു തിയേറ്റർ ബ്രാൻഡാണ്, അല്ലെങ്കിൽ മൾട്ടിപ്ലക്സ് തിയേറ്ററാണ്. കാര്യം അവിടെ പോയി സിനിമ കണ്ടുള്ള ആൾക്കാർക്ക് ഒരു നല്ല സംതൃപ്തിയോട് കൂടിയിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത്.
പ്രത്യേകിച്ച് അവിടുത്തെ എപ്പിക് തിയേറ്ററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ പോയ എല്ലാ ആൾക്കാരും പറയുന്നത് അവർ ഇത്രയും കാലം കണ്ടിട്ടുണ്ടായിരുന്ന കോഴിക്കോട് മറ്റ് തിയേറ്ററുകളിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്ന അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. ഇതുവരെയായിട്ടും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു രീതിയിലുള്ള നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു തിയേറ്ററിനെ പറ്റി വന്നിട്ടില്ല. അപ്പോൾ അത്രയും ഉള്ളൊരു ഗംഭീര എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു തിയേറ്റർ തൃശ്ശൂർ ജില്ലയിൽ വരുന്നു. അവിടെ തന്നെ ഏറ്റവും വലിയ എപ്പിക് തിയേറ്റർ വരുന്നു എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ കാര്യം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ ഒരു കോഴിക്കോട് തുറന്ന ആ ഒരു എപ്പിക് തിയേറ്ററിൻ്റെ കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ എപ്പിക് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുല്ലൂർപേട്ട, ആന്ധ്രാപ്രദേശിൽ സുല്ലൂർപേട്ടയിലുള്ള ആ ഒരു വി എപ്പിക് തിയേറ്റർ ആണ്. അതിൻ്റെ ഒരു സൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100 ഫീറ്റാണ് കേട്ടോ. അപ്പോൾ അത്രയും വലിയൊരു സ്ക്രീനാണ്. പിന്നെ നമ്മുടെ കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിൽ ഓപ്പൺ ചെയ്ത ആ ഒരു സ്ക്രീനിൻ്റെ ഒരു വലിപ്പവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഗംഭീര ഒരു സ്ക്രീനാണ്, അത്രയും വലിപ്പമുള്ള സ്ക്രീനാണ്. പക്ഷെ അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഓപ്പൺ ചെയ്ത ആ ഒരു സ്ക്രീൻ അത്ര വലിപ്പം ഇല്ല. ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഗംഭീരം തന്നെയാണ്. പിക്ചർ ക്വാളിറ്റി ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഒക്കെ ഗംഭീരമാണെങ്കിൽ പോലും ഈ സ്ക്രീൻ സൈസ് ശരിക്കും പറഞ്ഞാൽ അവർ അങ്ങോട്ട് സാക്രിഫൈസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ സ്ഥാനത്താണ് ഇവർ ഇപ്പോൾ ഇങ്ങനൊരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഏറ്റവും വലിയ എപ്പിക് തിയേറ്റർ ഇൻ തൃശ്ശൂർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സൈസ് അറിയാനും അതിൻ്റെ വലിപ്പം എന്തുമാത്രം ഉണ്ടെന്നൊക്കെ അറിയാനൊരു താല്പര്യമുണ്ടോ. അപ്പം തൃശ്ശൂർ, പ്രത്യേകിച്ച് തൃശ്ശൂരുകാരുടെ കാര്യം നോക്കുവാണെങ്കിൽ സിനിമാ തിയേറ്റർ ഒരുപാട് നല്ല മികച്ച തിയേറ്ററുകളുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരുപാട് സിനിമ കാണുന്ന, നല്ല ക്വാളിറ്റിയോട് കൂടി സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ള നല്ല മനുഷ്യരായിട്ടുള്ള കുറേ ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര എന്താ പറയുക, ഒരു നിരാശ തന്നെയായിരുന്നു. കാര്യം ഒരുപാട് ആൾക്കാർ ഈ ഒരു എപ്പിക് തിയേറ്ററിൽ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് കൊതിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു പാലാക്സി സിനിമ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ബ്രാൻഡ് വാല്യൂ എന്തായാലും കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്ന വാക്ക് പാലിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. എന്തുമാത്രം വലിയൊരു പ്രശ്നമാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എമേർജിങ് ആയിട്ട് വളർന്നു വരുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഓരോ പ്രസ് മീറ്റുകളിൽ ഓരോരോ പ്രസ്താവനകൾ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രസ്താവനകൾ പാലിക്കാനുള്ളൊരു കടമ കൂടി അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ അറിയാലോ, നമ്മൾ ഈ പ്രത്യേകിച്ച് ഇതുപോലെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഉള്ള ഇപ്പോൾ ബ്രാൻഡുകളുടെയൊക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യം കൃത്യമായിട്ട് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് മുമ്പോട്ട് പോകുന്നതോറും അത്രയും ഗുണം ഉണ്ടാകത്തേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ 2 പ്രാവശ്യവും, അതായത് അന്ന് അവർ പറഞ്ഞു സോഫ്റ്റ് ലോഞ്ച് ചെയ്തെന്ന് പറഞ്ഞു. ശരി, ഓക്കെ, സോഫ്റ്റ് ലോഞ്ച് എങ്കിൽ സോഫ്റ്റ് ലോഞ്ച് ചെയ്യും. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു മാർച്ചിൽ ഞങ്ങൾ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു, തിയേറ്റർ ഉൾപ്പെടെ. പക്ഷേ തുറന്നിട്ടില്ല. അതും ഈ ഒരു എമ്പുരാൻ പോലൊരു സിനിമ എന്തായാലും ആ ഒരു റിലീസിൻ്റെ സമയത്ത് എന്തായാലും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് ഭയങ്കര മോശമാക്കി പറഞ്ഞൊന്നുമല്ല. പക്ഷേ ഇത് അവർ പറഞ്ഞ കാര്യം ഒന്ന് പാലിച്ചായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു, പ്രത്യേകിച്ച് ഈ ഒരു എമ്പുരാൻ്റെ ഈ ഒരു സമയത്ത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വിഷു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പരാക്സിക്കാർ അടുത്തൊരു ടാഗ് ലൈൻ ഇട്ട് പുതിയൊരു പോസ്റ്റർ ഇറക്കേണ്ടതാണ്. അതായത് ഇനി അടുത്ത ഈ വരുന്ന വിഷുക്കാലം 2025 വിഷുക്കാലം നമുക്ക് ഗാലക്സി സിനിമാസിനോടൊപ്പം ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇറക്കുന്നതായിരിക്കും നല്ലത്. കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ദിവസം കൊണ്ട് 31-ാം തീയതി നോക്കിയിട്ട് നിങ്ങൾ അങ്ങ് തുറക്കണം. എന്ത് പറയാ, മാസ് കളിക്കണം. അതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ടേ, ഈ നമ്മുടെ ഈ എമ്പുരാൻ സിനിമയോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ മാറ്റം വന്ന ഒരു ജില്ല, അതായത് തിയേറ്ററുകളുടെ അപ്ഡേഷൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം വന്ന ഒരു ജില്ല തൃശ്ശൂർ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം കുറേ അധികം തിയേറ്ററുകളിൽ അത് ഞാൻ പറയാം കേട്ടോ. അതെന്തായാലും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള സാധനം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ തൃശ്ശൂരുകാരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകൾ വലിയ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.